ഇലപൊഴിയും ശിശിരത്തിൽ ചെറുവിളികളെ വരവായി മനമുരുകും വേദനയിൽ ആഞ്ജലിയാം കഥ പാടി എരിഞ്ഞു പോയി ആദിരാഗം ആത്മാനുരാഗം ജന്മങ്ങളിൽ ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആഞ്ജലിയാം കഥ പാടി ഇലവേറെ വന്നാലും തുണവേറെ പോയാലും ഇലവേറെ വന്നാലും തുണവേറെ പോയാലും ആ ശിശിരം മാറുമോ ഓർമ്മകളിൽ മറക്കുവാനാകുമോ ആദിരാഗം ആദ്യനുരാഗം ജന്മങ്ങളിൽ ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആഞ്ജലിയാം കഥ പാടി. ഹായ് മക്കളെ, അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അമ്മ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കണ്ണിന് മരുന്ന് ഒഴിച്ചു, വായിൽ മരുന്നടിച്ചു, എന്നിട്ട് ഗുളിക കഴിച്ചു, വെറുവായിട്ടില്ല. എന്നിട്ട് അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി അമ്മ തന്നെ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ ഇട്ട് കണ്ടോ. അപ്പം എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ ഇട്ട് വെച്ചിട്ടാണ് അമ്മ നിന്നത്. ചായ കുടിക്കട്ടെ? അപ്പോൾ എല്ലാ മക്കളും രാവിലെ ആരോ കഴിച്ചു. അപ്പം അമ്മ ഇന്ന് കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അമ്മ ഇന്നലത്തെ പഴഞ്ചോറ് താണ്ടേ, പഴഞ്ചോറ് കരുവാട് തീയൽ കഴിച്ചിട്ട് ഇതാണ് അമ്മേന്ന് കഴിക്കുന്നത്. കഴിക്കട്ടെ? അങ്ങനെ രുചിയുണ്ട്. പഴഞ്ചോറും ഇന്നലത്തെ തീയലും പഴഞ്ചോറും കരുവാടും അടിച്ച് അപ്പോഴേ മക്കളെ അമ്മ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അമ്മക്ക് അമ്മയുടേതായ രീതിയിലുള്ളൊരു ചെറിയൊരു ചില്ലി ചിക്കൻ പോലെ വെക്കാം. അപ്പം അമ്മ ഇന്ന് ചില്ലി ചിക്കന് വേണ്ടി മാംസ കഷ്ണം കുഞ്ഞു കഷ്ണങ്ങളാക്കി കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മസാലയ്ക്ക് ആവശ്യമായ വറുക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ല അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയുടെ രീതിക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്ത് ഇനി നമുക്കൊരു 2 സ്പൂൺ സോയാ സോസ് ചേർക്കാം. സോയാ സോസ് മതി. സോയാ സോസ് ചേർത്ത് പിന്നെ നമ്മളിതിലോട്ട് ഒരു ചെറിയൊരു 1/4 ടീസ്പൂൺ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്ന പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിനകത്തോട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ 2 സ്പൂൺ മുളക് പൊടി. ഇതിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വല്പം സോസ്, പിസ്ത സോസ് സ്വല്പം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയായിട്ട് നമുക്ക് നല്ലോണം വിടാം. ഇത് മൈദാമാവോ കോൺഫ്ലവറോ ഒന്നും അമ്മ ചേർക്കുന്നില്ല. കേട്ടോ, പരത്തിയിട്ടുണ്ട്. ചെറിയ പീസുകളാണ് മസാല പരത്തിയിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിത് വറുക്കാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ നമ്മൾ ചേർക്കണമേ. അപ്പോൾ നമുക്ക് ചെറിയ ഇതായിട്ട് വറുത്തെടുക്കാം. എല്ലാവരും ചോറൊക്കെ വെച്ചോ? നമ്മൾ ചോറ് വെക്കുന്നില്ല. നമുക്കെന്ന് ഈ അമ്മയുടെ രീതിയിലുള്ള ചില്ലി ചിക്കനും നമുക്ക് ഉറട്ടിയാണ് ഉണ്ടാകുന്നത്. അരി ഉറട്ടി. നമുക്ക് ആദ്യം ഇപ്പം ചില്ലി ചിക്കൻ്റെ കറി വെക്കാം.
അതിനൊക്കെ അമ്മ നമ്മൾ കണ്ടോ ചിക്കനിട്ട് നമുക്ക് ചെറുതായിട്ട് ഇട്ട് ഓരോ കഷ്ണങ്ങളിട്ട് നമുക്ക് വറുത്ത് പോരാം. ചിക്കൻ മൊത്തം വറുത്ത് പോരാം. ചിക്കനെല്ലാം വറുത്ത് പോയിട്ട് അമ്മ കാണിച്ചു തരാം. അപ്പോഴെല്ലാം നമ്മൾ ചിക്കനെല്ലാം അമ്മ മൊത്തത്തിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളിടാം. അമ്മ ഇതെന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി 1 സ്പൂൺ കളറിന്, ഒന്നല്ല നമുക്ക് ചെറിയ സ്പൂൺ 2 സ്പൂൺ ഇടാം. കാശ്മീരി ചില്ലി ഇട്ട് ഇനി നമുക്ക് അതിലോട്ട് ടൊമാറ്റോ സോസ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. കുറച്ച് ഒഴിക്കുന്നോളെ. ഇത് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള സ്ക്വയറായിട്ട്, ക്യാപ്സിക്കം ഇല്ല, സവാള മാത്രമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സവാള അതിലിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞത് ചേർക്കാം. നമുക്കിതെല്ലാം നമുക്ക് നല്ലോണമായിട്ട് മിക്സ് ചെയ്യാം. സൂപ്പറായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കോൺഫ്ലവറോ മൈദയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി പോലെ എടുക്കാം. ഇത് നമ്മൾ ഇതിനകത്ത് അതൊന്നും ഇല്ലല്ലോ. നമുക്ക് ചില്ലി ചിക്കൻ റോസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ കിടക്കണം. മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ കടന്ന് ഇത് ചെറിയ തീയിൽ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് ഒന്ന് റെഡിയാവട്ടെ. അതിൽ നമ്മൾ അരി വരട്ടിക്കുള്ളതാണേ മാവ് കണ്ട, മാവെല്ലാം അരി വരട്ടിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ട. ഇനി അമ്മ ഇത് റോസ്റ്റാക്കിയിട്ട് ശേഷം കാണിക്കാം. അപ്പോഴേ മക്കളെ അമ്മ അരി വരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അരി വരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. താണ്ടേ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ അരി വരട്ടിയും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കാം. ഓക്കെ. അപ്പോഴേ അമ്മ മക്കളെ അമ്മ ഉറട്ടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാ. അരിയുടെ ഉറട്ടിയും ചിക്കൻ ചില്ലി ചിക്കനും. അപ്പോഴേ നമുക്ക് ഉറട്ടി നമുക്ക് വിളമ്പാം. അരിയുടെ ഉറട്ടി എന്താ സൂപ്പർ ഉറട്ടിയാണ്. എന്താ അരിയുടെ ഉറട്ടിയും നമ്മുടെ ചില്ലി ചിക്കൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി അമ്മയുടെ റെസിപ്പി വെച്ചിട്ടുണ്ടാക്കിയതാണ്. അമ്മയുടെ ഇൻഗ്രീഡിയൻസും ചേർത്തും പ്രത്യേകിച്ച് സോയാ സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ടൊമാറ്റോ സോസ്. വേറെ എല്ലാം അമ്മയുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമാണ്. പിന്നെ അപ്പോഴും ചില്ലി ചിക്കനും നമ്മുടെ ഉറട്ടിക്കും കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് അമ്മ ചോറില്ല, അമ്മയുടെ ഉച്ചത്തെ ആഹാരം ഇതാണ് അരി ഉറട്ടിയും ചില്ലി ചിക്കനും. അപ്പം നമുക്ക് സൂപ്പർ ടേസ്റ്റിയായ അരി വരട്ടിയും ചില്ലി ചിക്കൻ കഴിക്കുകയാണ്. അരി വരട്ടി പിച്ചി ചില്ലി ചിക്കൻ നല്ല സോഫ്റ്റ് ചില്ലി ചിക്കൻ കണ്ട. ഉറപ്പായിട്ടും എല്ലാ മക്കളും ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ. അപ്പോൾ അമ്മ ഇത് ഒരിടത്ത് പോയിരുന്നു സമാധാനത്തിൽ ഇതിനെ അകത്താക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും കൂടെ കഴിച്ചോ? അപ്പം അമ്മ ഇത് കഴിക്കട്ടെ, നിങ്ങളൂടെ കഴിക്കുക. മക്കളെ യൂട്യൂബിൽ കണ്ടിട്ട് അമ്മ ട്രാവൻകൂർ ഗാർഡൻസിൽ 330 രൂപയ്ക്ക് 50 പിന്നെ നമ്മളെ 10 മണി ചെടികൾ വെച്ചായിരുന്നേ. അത് ഇവിടെ വന്നപ്പോഴത്തേന് 1-2 മാസമായി ബുക്ക് ചെയ്തിട്ട് വന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് വന്നപ്പോൾ മൊത്തം കൊള്ളാതായി. 330 രൂപയ്ക്ക് 50 എണ്ണമെന്നും പറഞ്ഞ് കൊണ്ടു തന്നത് ഇത്രയും കണ്ടോ. ഒട്ടും ഹെൽത്തി ഇല്ലാത്ത കൊള്ളാത്തതായി ഇത്രയും ചെടികളാകുമ്പോഴേക്കും 330 രൂപയ്ക്ക് തന്നെ
ഇത് 3 വെച്ചേക്കുന്നത്. ഇതിനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റേ ഇല്ല. നമ്മളെ പറ്റിക്കുക ട്രാവൻകൂർ ഗാർഡൻസുകാർ ചെയ്തത്, വെറും പറ്റിപ്പായിപ്പോയി. പിന്നെ നമ്മുടെ കൊല്ലം ആശ്രാമത്തുണ്ടല്ലോ, ആശ്രാമത്തിൽ കുമാർ ഗാർഡൻസിൽ നിന്ന് അമ്മ 25 രൂപയ്ക്ക് വീതം മേടിച്ച് വെച്ച റോസാക്കളാണിത്. 25 രൂപയാണ് ഒരു കൈക്ക്. എന്താ അമ്മയുടെ റോസാ ഇതെല്ലാം കണ്ട, ഓരോന്നിനും നല്ല അടിപൊളിയാണ്. ഇത് കണ്ട സൂപ്പർ കളറ് കണ്ട, എല്ലാത്തിലും മുട്ട് വന്ന് വിരിഞ്ഞ് കണ്ട, നല്ല സൂപ്പറായിട്ട് നിൽക്കും. കണ്ട, നല്ല അടിപൊളി ചെടികളായിരുന്നു. കുമാർ ഗാർഡൻസിൽ നിന്ന് കൊല്ലം ആശ്രാമം മൈതാനത്തിൽ നിന്ന് വാങ്ങിച്ചത് 25 രൂപയുള്ളായിരുന്നു. അവന്മാരെല്ലാം വിരുന്ന്. എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. പിന്നെ അമ്മ ഇനി ചായ കുടിക്കാൻ പോവുകയാണേ. ചായയും കപ്പലുണ്ട്. ചായ കട്ടൻ ചായയാണ്. ആ വിളക്കൊക്കെ അമ്മ കത്തിച്ച് വെച്ച് ഇച്ചിരി നേരം കൂടെ ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി എണീറ്റതാണ്. അപ്പോൾ ഇതാണ്ട് കപ്പലണ്ടിയും ചൂടാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ബാക്കി കപ്പലണ്ടിയാണ്. ഇന്നലെ കട്ടൻ ചായ. അപ്പോൾ നമുക്ക് ഈ കട്ടൻ ചായയും കപ്പലണ്ടിയും കഴിക്കാം. നല്ല മഴക്കോളുണ്ട് കൊല്ലത്ത്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമോ? ചെറുതായിട്ടൊന്ന് ചാറി അങ്ങനത്തൊക്കെ മാറി. ഇച്ചിരി കോളുണ്ട്. ഈ മഴക്കോളായി തണുത്ത അവസരത്തിലേ ആ കപ്പലണ്ടിയും കട്ടൻ ചായ കുടിക്കാൻ നല്ലതാണ്. എല്ലാവരും പോയി കുടിച്ചോ. മക്കളെ, അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മയുടെ ചിങ്കിടുവിനെയും ഡിങ്കിടുവിനെയും കാണിക്കാമെന്ന്? ആണ്ടേ അമ്മയുടെ ചിങ്കിടുവും ഡിങ്കിടുവും. അത് ചിങ്കിടും, ഇത് ഡിങ്കിടും. അപ്പോൾ ഇവന്മാരാണ് അമ്മയുടെ കുഞ്ഞുങ്ങൾ, കിളിക്കുഞ്ഞുങ്ങൾ. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. ആ എന്താ ഒരേ ചിങ്കിടൂ ഡിങ്കിടൂ. ആഹാരം കഴിച്ചോ? വെള്ളമൊക്കെ കുടിച്ചോ? അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടികളും ഇഷ്ടമാണ്, കിളികളും ഇഷ്ടമാണ്. തത്തയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കൊല്ലത്ത് തത്തയൊന്നും കിട്ടാനില്ല. നിങ്ങളുടെ നാട്ടിലെങ്ങനെ തത്ത ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് പായസം അയച്ചു തരണേ മക്കളെ. അപ്പോഴേ മക്കളെ എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചു. അപ്പം അമ്മ രാത്രി ആഹാരം കഴിക്കുകയാണ്. നമ്മുടെ ഉറട്ടിയും ദാണ്ടേ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് അമ്മ ദാണ്ടേ ചൂടാക്കിയിട്ടാണ് അമ്മ അതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അമ്മയുടെ രാത്രിത്തെ ആഹാരം. ഉച്ചക്ക് അരിയുറട്ടിയും ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നല്ലൊരു വീഡിയോയിൽ വരാം. ടാറ്റാ.